നെക്സ്റ്റ് ഈസ് കിർച്ചോഫ്സ് റൂൾസ്. ഈ കിർച്ചോഫ്സ് റൂൾസിൽ ഫസ്റ്റ് വൺ വരുന്നത് 2 റൂൾസുകളാണുള്ളത്. ഒന്ന് ജംഗ്ഷൻ റൂളാണ്. ജംഗ്ഷൻ റൂൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. ജംഗ്ഷൻ റൂൾ എന്താണെന്നുള്ളത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ ഞാനൊരു പൈപ്പിൻ്റെ കാര്യം പറയട്ടെ. 3 പൈപ്പുകളാണ്. ഓക്കെ, ഈ 3 പൈപ്പിൽ കൂടി വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 3 പൈപ്പിൽ കൂടിയും വാട്ടർ ഫ്ലോ ചെയ്യാണ്. എന്നിട്ട് ഈ പൈപ്പ് എല്ലാവരും കൂടി ജംഗ്ഷനിലെത്തി. എന്നിട്ട് ഇവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് 2 പൈപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയി. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഈ 2 പൈപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയി. നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എൻറ്ററിങ് ദ ജംഗ്ഷൻ. സിമ്പിൾ കാര്യമാണ്. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എൻറ്ററിങ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദ വാട്ടർ ലീവിങ് ദ ജംഗ്ഷൻ. അതായത് ഇവിടുന്ന് 1 ലിറ്റർ ഒരു പർട്ടിക്കുലർ ടൈമിൽ 1 സെക്കൻഡിലാണ് കേട്ടോ. 1 ലിറ്റർ ഇവിടെ എത്തി, 2 ലിറ്റർ ഇവിടെ എത്തി, 5 ലിറ്റർ ഇവിടെ എത്തി. ഇവിടുന്ന് ലീവ് ചെയ്ത് പോകുന്നത് 3 ലിറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഈ പൈപ്പിൽ കൂടി എത്ര വാട്ടർ ആയിരിക്കും, എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടറാണ് ലീവ് ചെയ്യുന്നത്? അപ്പോൾ ഈ ജംഗ്ഷനിലെത്തുന്ന ആകെ എത്ര വാട്ടർ ഉണ്ട്? ഈ ജംഗ്ഷനിൽ ആകെ എത്ര വാട്ടർ എത്തി? 1 + 2 + 5 8 ലിറ്റർ വാട്ടറാണ് ഈ ജംഗ്ഷനിലെത്തിയത്. അപ്പോൾ 8 ലിറ്റർ വെള്ളം ഇവിടുന്ന് പുറത്തോട്ട് പോയിട്ടുണ്ടാവണം. അപ്പോൾ 8 ലിറ്ററിൽ 3 ലിറ്റർ ഇവിടെ പോയി, ബാക്കി 5 ലിറ്റർ ഇവിടെ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഇത് കറണ്ടിന് അപ്ലിക്കബിൾ ആണ് കേട്ടോ. ഞാൻ വാട്ടർ എന്ന് പറഞ്ഞിട്ട് കറണ്ടിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എൻറ്ററിങ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ലീവിങ് ദ ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ എത്ര ക്വാണ്ടിറ്റി വാട്ടർ എത്തുന്നുണ്ടോ അത്രയും ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇവിടുന്ന് ലീവ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ആകെ 8 ലിറ്റർ എൻ്റർ ചെയ്തു, 8 ലിറ്റർ തന്നെ ലീവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കറണ്ടിൻ്റെ കാര്യത്തിലോട്ട് കൊണ്ടുവരാം. ഇത് 3 വയറുകളാണ്, ഐ മീൻ കണ്ടക്ടേഴ്സാണ്. ഇത് 3 കണ്ടക്ടേഴ്സുകളാണ്. സപ്പോസ് I1, I2, I3 ഈ വയറിൽ കൂടി പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ടാണ് I1, I2, I3. I1, I2, I3 എന്ന് പറഞ്ഞ 3 കറണ്ട് ഇതിൽ കൂടി പാസ് ചെയ്യുന്നതാണ്. ഇതിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ട് I4ഉം I5 ആണെന്നുണ്ടെങ്കിൽ ആസ് പെർ ജംഗ്ഷൻ റൂൾ ടോട്ടൽ കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അറ്റ് എനി ജംഗ്ഷൻ സം ഓഫ് ദ കറണ്ട് എൻറ്ററിങ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ. ദ സെക്കൻഡ് റൂൾ കുറച്ച് ഹാർഡാണ്. അത് ഇന്നത്തെ ക്ലാസ് കൂടി ഒന്നും തീരൊന്നുമില്ല. അടുത്ത ക്ലാസ്സിലത്തെ കാര്യങ്ങൾ കൂടി പറഞ്ഞു വരുമ്പോഴേ പ്രാക്ടീസ് ആവുള്ളൂ. ഇന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുന്നു, അത്രയേ ഉള്ളൂ. ദ സെക്കൻഡ് റൂൾ ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് റൂൾ, ദ ലൂപ്പ് റൂൾ. ഇതെന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ദ കറണ്ട്. ഇപ്പോൾ നമ്മളെ കയ്യിൽ എന്തിനാണെന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഒരു ബാറ്ററി പല സ്ഥലങ്ങളിൽ ഇവിടെ ബൾബ് ഉണ്ടാവും അല്ലേ, ഇവിടെ വേറൊരു ബാറ്ററി ഉണ്ടാവും, ഇവിടെ ചിലപ്പോൾ ഫാൻ ഉണ്ടാവും, അല്ലെങ്കിൽ വേറൊരു ബൾബ് ഉണ്ടാവും. എഗെയിൻ പല രീതിയിലുള്ള ബാറ്ററി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ഒരു ഉദാഹരണം പറയുകയാണേ, ഇതിൽ കൂടി എത്ര കറണ്ട് പാസ് ചെയ്യും, ഇതിൽ കൂടി എത്ര കറണ്ട് പാസ് ചെയ്യും, ഇവിടെ എത്ര കറണ്ട് ഉണ്ട്, അങ്ങനെ ഓരോ ബ്രാഞ്ചിലും എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ വി നീഡ് ലൂപ്പ് റൂൾ. ജംഗ്ഷൻ റൂൾ വെച്ചിട്ടും എല്ലാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ജംഗ്ഷൻ റൂൾ വെച്ചിട്ടൊന്നും ഇതേപോലത്തെ വലിയ സർക്യൂട്ട്, ഇത് നമ്മൾ സർക്യൂട്ട് എന്നാണ് പറയാം കേട്ടോ. കുറേ വോൾട്ട് ബാറ്ററികളുണ്ടാവും, കുറേ ഇതേപോലെ റെസിസ്റ്റേഴ്സ്, ഐ മീൻ ബൾബ് ഫാനൊക്കെ അതിനൊക്കെ റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. കുറേ റെസിസ്റ്റേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് ഓരോന്നിൽ കൂടിയും എത്ര കറണ്ട് വീതം ഫ്ലോ ചെയ്യുന്നുണ്ട് എന്ന് കാണണമെങ്കിൽ ജംഗ്ഷൻ റൂൾ മാത്രം അറിഞ്ഞാൽ പോരാ, ലൂപ്പ് റൂളും കൂടി അറിയണം. അപ്പോൾ എന്താണ് ലൂപ്പ് റൂള്? ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലൂപ്പാണ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് പാത്തിന് പറയുന്ന പേരാണ് ലൂപ്പ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണമായിട്ട് കരുതിയാൽ മതി കേട്ടോ. ദിസ് ഈസ് എ ലൂപ്പ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് പാത്ത്. ദിസ് ഈസ് എ ലൂപ്പ്. ഇപ്പോൾ ഒരു കുറേ ഇതേപോലത്തെ ബ്രാഞ്ചസ് ഒക്കെ വരുമ്പോൾ ദർ വിൽ ബി പ്ലെൻറ്റി ഓഫ് ലൂപ്സ്, കുറേ ലൂപ്പുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഇത് വേറൊരു ലൂപ്പ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് പാത്ത്, അത്രയും മാത്രം കരുതിയാൽ മതി. ഇത് വേറൊരു ലൂപ്പ്. അപ്പോൾ ലൂപ്പ് റൂൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ടെക്സ്റ്റ് ബുക്കിലെ സെൻറ്റൻസ് വായിച്ചാൽ ഒന്നും മനസ്സിലാവാൻ വഴിയില്ല.
പക്ഷെ അത് നമ്മൾ പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ എക്സാമിന് ചോദിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡിങ്സ് ആണല്ലോ നോക്കേണ്ടത്. ഞാനിത് വളരെ സിമ്പിളാക്കിയിട്ട് പറഞ്ഞുതരാം. ടെക്സ്റ്റ് ബുക്കിലുള്ള രീതിയിൽ പറയുമ്പോൾ ഓൾജിബ്രൈക് സം ഓഫ് ചേഞ്ചസ് ഇൻ പൊട്ടൻഷ്യൽ അറൗണ്ട് എനി ക്ലോസ്ഡ് ലൂപ്പ് ഇൻവോൾവിങ് റെസിസ്റ്റർ ആൻഡ് സെൽ ഈസ് ഇൻ ദ ലൂപ്പ് ഈസ് 0. അത് വായിച്ചൊന്നും മനസ്സിലാവില്ല. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കട്ടോ. Algebraic sum of the voltage and potential around any closed loop involving resistor and cell in the loop is 0. അല്ലേ? എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കും. വളരെ സിമ്പിൾ കാര്യം. ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇതെവിടെ എഴുതാം. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് നമ്മളെ കയ്യിലൊരു സർക്യൂട്ട് ഉണ്ട്. ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. പോസിറ്റീവ് ടെർമിനൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അറിയാമല്ലോ, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ വരച്ചിരിക്കുന്നത് പോസിറ്റീവ് ടെർമിനൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ഇടയ്ക്ക് വെച്ച് ശ്രദ്ധിക്കാതെ പോകരുത്. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് കരുതിയാൽ മതി. ഇത് 10 വോൾട്ടാണ്. ഇതൊരു 10 വോൾട്ടാണ്. അത് കഴിഞ്ഞ് ഒരു റെസിസ്റ്റർ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നമ്പർ, 5 ഓം റെസിസ്റ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. ഒരു ബാറ്ററിയും കൂടി ഉണ്ട്. ഇങ്ങനെ ഇരിക്കട്ടെ, അല്ല വേണ്ട, സ്റ്റാർട്ടിങ് അല്ലേ. ഇങ്ങനൊരു ബാറ്ററി ഉണ്ട്. ഇത് വല്ല 20 വോൾട്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു റെസിസ്റ്ററും കൂടിയും വെച്ചിട്ടുണ്ട്, 10 ഓം. നമുക്ക് ഇതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ടൊക്കെ കണ്ടുപിടിക്കണം. ഓർ ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വേണമെങ്കിൽ വീണ്ടും ഇതേപോലത്തെ ലൂപ്പുകൾ വരാം മേ ബി. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ, സംഭവം മനസ്സിലാവാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. സോ വി ഹാവ് എ ലൂപ്പ്. ഞാൻ എന്താ പറയുന്നു വരുന്നത്, വി ഹാവ് എ ലൂപ്പ്. ലൂപ്പ് കണ്ടെയ്ൻസ്, ലൂപ്പിനുള്ളിൽ എന്തൊക്കെ ആൾക്കാരുണ്ടാവും? ബാറ്ററി ഉണ്ടാവും. ബാറ്ററി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ്. ബാറ്ററി ഉണ്ടാവും, പിന്നെ റെസിസ്റ്റേഴ്സ് ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇതൊരു ലൂപ്പാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് കാണണമെങ്കിൽ നമുക്ക് ലൂപ്പ് റൂൾ ഉപയോഗിക്കണം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഡൗട്ട് ചോദിച്ചോ, ഞാനിതൊന്ന് പറയട്ടെ, പറഞ്ഞ് കംപ്ലീറ്റ് ആക്കട്ടെ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടി എത്ര കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ വി ഹാവ് ടു യൂസ് ലൂപ്പ് റൂൾ. അപ്പോൾ ലൂപ്പ് റൂൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ആദ്യം തന്നെ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ ഒരു ആരോ വരയ്ക്കുക. വി പ്രിഫർ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓൾവേസ്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനൊരു ലൂപ്പ് വരയ്ക്കാം. ശ്രദ്ധിച്ച് കേട്ടല്ലോ, ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ ഒരു ലൂപ്പ്, ഐ മീൻ സർക്കിൾ പോലെ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ആകെ വോൾട്ടേജ് എഴുതാം. ഞാൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇവിടെ വേറെ എഴുതാം കേട്ടോ. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇവിടെ എഴുതാം, സിമ്പിൾ ലാംഗ്വേജിൽ ഇവിടെ എഴുതാം. ഇതിനകത്തുള്ള ആകെ വോൾട്ടേജ് എത്രയാണ്? ടോട്ടൽ വോൾട്ടേജ് എന്ന് എഴുതുമ്പോൾ സൈൻ ഉൾപ്പെടെ എഴുതണം. ഈ ലൂപ്പിനകത്തുള്ള ആകെ വോൾട്ടേജ് എത്രയാണ്? 10 വോൾട്ട് ഉണ്ട് ഇവിടെ ഒരു 20 വോൾട്ടും ഉണ്ട്. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ബാറ്ററി, ആകെ 2 ബാറ്ററി അല്ലേ ഇതിനകത്തുള്ളൂ. ഇവിടെ ഒരു 10 വോൾട്ടും ഇവിടെ ഒരു 20 വോൾട്ടും. അപ്പോൾ ആകെ വോൾട്ടേജ് എത്ര? ഇവിടെ ഒരു +10 വോൾട്ട് ഉണ്ട്, +10 വോൾട്ട് ഉണ്ട്, ഇവിടെ ഒരു +20 ഉണ്ട്. +10 എഴുതാൻ കാരണം ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ മുകളിലായതുകൊണ്ട് കറണ്ട് ഈ ഡയറക്ഷനിൽ കറണ്ടിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് ബാറ്ററി ഹെൽപ്പ് ദ കറണ്ട് ടു ഫ്ലോ ലൈക്ക് ദിസ്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യാൻ ഈ ബാറ്ററി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് ചെയ്യുന്ന ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സൈനും, ഹെൽപ്പ് ചെയ്യാത്ത എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ -10 വോൾട്ടും എഴുതണം. പറഞ്ഞു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ, ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ ഈ 10 വോൾട്ടിൻ്റെ പോസിറ്റീവ് ടെർമിനൽ മുകളിലാണ്. 10 വോൾട്ടിൻ്റെ പോസിറ്റീവ് ടെർമിനൽ മുകളിലാണ്. പോസിറ്റീവ് ടെർമിനലിൽ നിന്നേ കറണ്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെയാണ്, പോസിറ്റീവ് ടെർമിനലിൽ നിന്നേ കറണ്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ദിസ് 10 വോൾട്ട് ഹെൽപ്പ് ദ കറണ്ട് ടു ലൂപ്പ് ലൈക്ക് ദിസ്. കറണ്ടിനെ ഇങ്ങനെ ലൂപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കറണ്ട് ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി. അപ്പോൾ +10 വോൾട്ട്. ഇനി 20 വോൾട്ടോ? അതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ എവിടെയാണ്? താഴെയാണ്. പോസിറ്റീവ് ടെർമിനൽ താഴെയാണ്. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ നിന്നാണല്ലോ കറണ്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് വരും. അപ്പോൾ ഈ 20 വോൾട്ട് ഹെൽപ്പ് ദ കറണ്ട്, സപ്പോർട്ട് ദ കറണ്ട് ടു ലൂപ്പ് ലൈക്ക് ദിസ്. അപ്പോൾ +20 എന്ന് എഴുതാം.
അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് ഇൻ ദ ലൂപ്പ് വിൽ ബി +10 +20. ഇതിങ്ങനെയായിരുന്നെങ്കിലോ? ഇതിങ്ങനെയായിരുന്നെങ്കിലോ? അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയായിരുന്നെങ്കിലോ? അപ്പോൾ ഇത് കറണ്ട് അങ്ങോട്ട് റിവേഴ്സ് ഡയറക്ഷനിലോട്ടാണ് ഫ്ലോ ചെയ്യിപ്പിക്കുന്നത്. ഇതിങ്ങനെയായിരുന്നെങ്കിൽ നമ്മളിവിടെ -20 എന്ന് എഴുതണം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ വോൾട്ടേജ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ലൂപ്പ് ക്ലോക്ക് വൈസിൽ അങ്ങോട്ട് വരച്ച് വെക്കുക. ആ ക്ലോക്ക് വൈസിൽ കറങ്ങാനായിട്ട് കറണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന വോൾട്ടേജ് പോസിറ്റീവും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്ക് -സൈനും കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് പിക്ചറെങ്കിൽ, തൽക്കാലം ഈ പിക്ചർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ തൽക്കാലം, അല്ല വേണ്ട ഞാൻ മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ് പിക്ചറെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് വിൽ ബി +10 -20. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുള്ളൂ കേട്ടോ, അതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ പോളാരിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ടോട്ടൽ വോൾട്ടേജ് കാണുമ്പോൾ പോളാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന വോൾട്ടേജ് പോസിറ്റീവ് വോൾട്ടേജ്, ലൂപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് കറണ്ടിനെ ഫ്ലോ ചെയ്യിപ്പിക്കുന്ന ആൾ നെഗറ്റീവ് വോൾട്ടേജ്. ടോട്ടൽ വോൾട്ടേജ് ലെഫ്റ്റ് സൈഡിൽ എടുക്കുക, ടോട്ടൽ വോൾട്ടേജ് ലെഫ്റ്റ് സൈഡിലിടുക. അപ്പോൾ ലൂപ്പ് റൂളിൻ്റെ വളരെ സിമ്പിളായുള്ള ഡെഫിനിഷൻ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: ടോട്ടൽ വോൾട്ടേജ് ഇൻ ദ ലൂപ്പ്, ടോട്ടൽ വോൾട്ടേജ് ഇൻ ദ ലൂപ്പ് is equal to sum of IR. ഐയും ആറും കറണ്ടും റെസിസ്റ്റൻസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് IR ഇൻ ദ ലൂപ്പ്. ഇതാണ് കുറേയും കൂടി മനസ്സിലാവുന്നത്. ടോട്ടൽ വോൾട്ടേജ് ഇൻ ദ ലൂപ്പ് ഈക്വൽ ടു, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ബോറിംഗ് ആയിട്ട് തോന്നരുത്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ദ ടോട്ടൽ വോൾട്ടേജ് ഇൻ ദ ലൂപ്പ് ഈക്വൽ ടു സം ഓഫ് IR ഇൻ ദ ലൂപ്പ്. IR എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പോൾ കറണ്ടിന് നമ്മൾ ഒരു ഡയറക്ഷൻ, എന്തെങ്കിലും ഒരു ഡയറക്ഷൻ കൊടുത്തോ കറണ്ട്, അതായത് ഇതിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടല്ലോ, ഇവിടെ നിന്ന് പോസ്റ്റ് ടെർമിനലിൽ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്തു അല്ലേ, കറണ്ട് ഇങ്ങനെ പോയി, വേറെ ജംഗ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് അതേ കറണ്ട് തന്നെയാണ് ഈ ലൂപ്പിൽ കൂടി ഫ്ലോ ചെയ്യുക. ജംഗ്ഷൻ ആകുമ്പോഴാണല്ലോ സ്പ്ലിറ്റായി പോവുള്ളൂ, ജംഗ്ഷൻ എത്തുമ്പോൾ മാത്രമേ സ്പ്ലിറ്റായി പോവുള്ളൂ. ഇതിപ്പോൾ ഞാൻ വേറെ ജംഗ്ഷനൊന്നും കാണിക്കാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് I എന്ന് പറഞ്ഞൊരു കറണ്ട് സ്റ്റാർട്ട് ചെയ്താൽ അതേ കറണ്ട് തന്നെ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. വേറെ ജംഗ്ഷനായി പോകുമ്പോൾ ശരിയാവില്ല. ഇവിടെ ഒരു ജംഗ്ഷൻ വന്നാൽ കുറച്ച് കറണ്ട് ആ വഴി കൂടി പോവും, ഇവിടെ വേറെ ജംഗ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയായിരുന്നു മാത്രം. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് ഈസ് റിട്ടൺ ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഈസ് ഈക്വൽ ടു IR വാല്യൂസ് ഇൻ ദ റൈറ്റ് സൈഡ്. IR വാല്യൂ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻറ്റു അതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട്, അതാണ് IR. IR എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻറ്റു അതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, RI എന്ന് വായിച്ചു വേണമെങ്കിൽ, RI റെസിസ്റ്റൻസ് ഇൻറ്റു അതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് 5I. ഇനിയുണ്ടോ റെസിസ്റ്റൻസ്? ഇതെവിടെ ഒരു 10 ഉണ്ട്, 10 ഇൻറ്റു അതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട്, റെസിസ്റ്റൻസ് ഇൻറ്റു അതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ 15I വരും, ലെഫ്റ്റ് സൈഡിൽ 30 വരും. അങ്ങനെ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. 2 ആംപിയർ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ലൂപ്പ് റൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലൂപ്പ് റൂൾ കണ്ടുപിടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദ ബ്രാഞ്ചസ്. ഒരു സർക്യൂട്ടിലെ ഓരോ ബ്രാഞ്ചിൽ കൂടിയും എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ലൂപ്പ് റൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലൂപ്പ് റൂൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് ഓരോ എഴുതിയിട്ട് ഇതും കൂടി ഒന്ന് എഴുതി വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ കുറച്ചുകൂടി ഫോർമലായിട്ട് പറയും, ഇതുപോലെ പറയും, അതും ബൈ ഹാർട്ടാക്കി വെച്ചോ. പ്രോബ്ലം ചെയ്യുന്ന നേരത്തെ ഇങ്ങനെ ചെയ്താൽ മതി. ടോട്ടൽ വോൾട്ടേജ് സപ്പോർട്ടിങ് ദ ലൂപ്പ് ഈസ് ഈക്വൽ ടു സം ഓഫ് റെസിസ്റ്റൻസ് ഇൻറ്റു ദ കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ, IR വാല്യൂസ് ടു ബി ആഡഡ് ടുഗദർ. അങ്ങനെ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ലൂപ്പ് റൂള്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ചോദിച്ച ക്വസ്റ്റ്യനാണ്. എ 10 വോൾട്ട് ബാറ്ററി ഓഫ് നെഗ്ലിജിബിൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, അതായത് ബാറ്ററിക്കുള്ളിൽ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലയെന്ന് ഉദ്ദേശിച്ചത്, ഈസ് കണക്റ്റഡ് അക്രോസ് 200 വോൾട്ട് ബാറ്ററി. ഓക്കെ, ആൻഡ് റെസിസ്റ്റൻസ് 38 ohm ആർ ഷോൺ ഇൻ ദ ഫിഗർ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ കറണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതൊന്ന് വായിച്ചു നോക്കും. ഒരു മിനിറ്റ്, ഒരു കോൾ വരണേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ,
ഐഷ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ കറന്റ് ത്രൂ ദിസ് സർക്യൂട്ട്, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. വേറെ ജംഗ്ഷനുകളൊന്നുമില്ല, സോ ജംഗ്ഷൻ റൂളൊന്നും ഇവിടെ വരുന്നില്ല. വി ഹാവ് ടു യൂസ് ലൂപ്പ് റൂൾ. അപ്പോൾ ആദ്യം തന്നെ ഒരു ലൂപ്പ് വരയ്ക്കലാണ് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു ലൂപ്പ് അങ്ങോട്ട് വരയ്ക്കുക. വേണമെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വേണമെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആക്കാം. പക്ഷെ ആ ലൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോസിറ്റീവും ലൂപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ നെഗറ്റീവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനീഷ്യലി ഇങ്ങനൊരു ആരോ വരച്ച് വെക്കാം. ഇതിലേതെങ്കിലും ഒരു ബാറ്ററി എടുക്കുക, കുറച്ചുകൂടി ലാർജർ ആയിട്ടുള്ളൊരു ബാറ്ററി കൺസിഡർ ചെയ്യുക. ലാർജർ ആയിട്ടുള്ളൊരു ബാറ്ററി സേ 200 വോൾട്ട്. പോസ്റ്റ് ടെർമിനൽ ലെഫ്റ്റ് സൈഡിലാണ്. ഇങ്ങനെയാണ് കറണ്ട് വരുന്നത്. ആ ലാർജർ ബാറ്ററി ഓക്കെ കുഴപ്പമില്ല. ഇവിടുന്ന് ഇങ്ങനെ കറണ്ട് വരുന്നു. വേറെ ജംഗ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ജംഗ്ഷൻ വരുമ്പോൾ കുറച്ച് കറണ്ട് അങ്ങോട്ടും പോകുന്നു മാത്രം. ഇവിടെ അങ്ങനെ വേറെ ജംഗ്ഷനുകളൊന്നുമില്ല. അപ്പോൾ സെയിം കറണ്ട് തന്നെ ഇതിൽ കൂടി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ പേര് കൊടുക്കുക ഐ ആണ് നമ്മളെ ക്വസ്റ്റിന്. സെയിം കറണ്ട് ഐ സർക്കുലേറ്റഡ് ത്രൂ ദിസ് ലൂപ്പ്. ഇത് ക്ലിയർ ആയി കാണുമല്ലോ അല്ലേ? ഇവിടം വരെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ശരിയല്ലേ? ഇനി നമുക്ക് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കും, മ്യൂട്ട് ചെയ്യണേ. ടോട്ടൽ വോൾട്ടേജ് എന്തെന്നാണ് ഞാൻ പറഞ്ഞത്? സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഇതിങ്ങനെ പറയാം. ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ IR. സിമ്പിൾ ലൂപ്പ് റൂള് സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം. അത് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് സീറോ ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോഴാണ് സീറോ ആവുന്നത്. അതാണ് അവർ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൾജിബ്രൈക് സം എന്നൊക്കെ പറഞ്ഞ് എഴുതിയത്. പക്ഷെ നമുക്ക് അങ്ങനെ പറഞ്ഞ ഡൗട്ട് വരും. അപ്പോൾ ലൂപ്പ് റൂള് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. ടോട്ടൽ വോൾട്ടേജ് ഈക്വൽ ടു ടോട്ടൽ IR. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യേണ്ടത്. കറണ്ട് സപ്പോസ് ടു ഫ്ലോ ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, സപ്പോസ് ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ടോട്ടൽ വോൾട്ടേജ് 200 വോൾട്ട് നോക്കാം. അത് പോസിറ്റീവ് ടെർമിനൽ ലെഫ്റ്റാണ്. അപ്പോൾ ക്ലോക്ക് വൈസിൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് 200 വോൾട്ട് അല്ലേ? 200 വോൾട്ട് കണ്ടില്ലേ? ഇങ്ങനെ പുഷ് ചെയ്യാണ്, കറണ്ടിന് ഇങ്ങനെ പുഷ് ചെയ്യാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി അത് ക്ലോക്ക് വൈസിൽ കറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് 200. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് 200 പ്ലസ് ഇനി ഉണ്ടല്ലോ ഒരാളും കൂടി ഉണ്ടല്ലോ, ഒരു 10 വോൾട്ട്. 10 വോൾട്ടിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ലെഫ്റ്റ് സൈഡിലാണ്. നോക്ക്, സൂക്ഷിച്ച് നോക്കിയേ. 10 വോൾട്ടിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ കറണ്ടിനെ ഇങ്ങോട്ട് പുഷ് ചെയ്യാനാണ് ഇയാൾ നോക്കുന്നത്. പോസിറ്റീവ് ടെർമിനലിൽ നിന്നാണല്ലോ കറണ്ട് വരുന്നത്. അപ്പോൾ 10 വോൾട്ട് കറണ്ടിനെ അങ്ങോട്ട് തള്ളാനാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ ലൂപ്പ്. റൈറ്റ് സൈഡിലോട്ട് തള്ളിയാലല്ലേ ലൂപ്പിൻ്റെ ഡയറക്ഷൻ ആവുക. ഇത് അങ്ങോട്ടാണ് പോകുന്നത്, റിവേഴ്സാണ്, റിവേഴ്സ്. അപ്പോൾ -10 എഴുതണം. ലൂപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വോൾട്ടേജ് നെഗറ്റീവാണ്, ലൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന വോൾട്ടേജ് പോസിറ്റീവാണ്. ടോട്ടൽ വോൾട്ടേജ് 200 -10. ഇത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ശരിയല്ലേ? എവിടെ ക്ലിയർ ആയോ? ഈസ് ഈക്വൽ ടു IR വാല്യൂസ്. ഇതും കൂടി കംപ്ലീറ്റ് ആക്കാം. IR വാല്യൂസ്. IR എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻറ്റു അതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടി ക്ലിയർ ആവില്ലേ? റെസിസ്റ്റൻസ് ഇൻറ്റു അതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് 38 ഇൻറ്റു I. റെസിസ്റ്റൻസ് ഇൻറ്റു അതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട്. അങ്ങനെ തന്നെ പറയണം കേട്ടോ. അതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് തന്നെ പറയണം. കാരണം പിന്നീട് പല ബ്രാഞ്ചസുകളായിട്ട് സ്പ്ലിറ്റായി പോകുന്നുണ്ട്. അപ്പോൾ 38 ഇൻറ്റു അതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് വിച്ച് ഈസ് 38I. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ റെസിസ്റ്റർ ഒന്നും ഇല്ല ഇതിനകത്തില്ല. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എഴുതാനായിട്ട്. വേറെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആ റെസിസ്റ്റൻസ് ഇൻറ്റു അതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 190 ആണ്. നല്ല ആൻസർ ഒന്നും വരാൻ വഴിയില്ല. 190 ഈസ് ഈക്വൽ ടു 38I. സോ I ഈക്വൽ ടു 190 ഡിവൈഡ് ബൈ 38 എന്ന് വരും. 190 ഡിവൈഡ് ബൈ 38. 190 ഡിവൈഡ് ബൈ 38 ചെയ്താൽ 5. നല്ല ആൻസർ ആണല്ലോ. 5 ആംപിയർ ആണ് ആൻസർ. ഓക്കെ.